ആശമാരുടെ രാപ്പകൽ സമരയാത്ര നാളെ തിരുവനന്തപുരത്ത് സമാപിക്കും. തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിച്ച സമരയാത്ര അവസാനിക്കുമ്പോൾ ആശമാർ ഇന്ന് കഴക്കൂട്ടത്ത് തെരുവിൽ അന്തിയുറങ്ങും. സമരം തുടങ്ങി 128 ദിവസം പിന്നിടുമ്പോഴും തിരിഞ്ഞു നോക്കാതെയാണ് സർക്കാരുമുള്ളത്. മെയ് 5-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച സമരയാത്ര നാളെ സമാപിക്കും. ഗ്രാമനഗര വ്യത്യാസങ്ങളില്ലാതെ 1.5 മാസം സഞ്ചരിച്ചാണ് യാത്ര തലസ്ഥാനത്തെത്തിയത്. വർക്കലിൽ നിന്ന് ആരംഭിച്ച ജില്ലാതല യാത്രയുടെ പ്രയാണം ഇന്ന് കഴക്കൂട്ടത്ത് സമാപിക്കും. യാത്ര അവസാനിക്കുന്ന ഇന്ന് ആശമാർ കഴക്കൂട്ടത്ത് തെരുവിൽ അന്തിയുറങ്ങും. നാളെ രാവിലെ PMG ജംഗ്ഷനിൽ നിന്നും മഹാറാലിയായി ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരപ്പന്തലിലെത്തും. സമരയാത്രയ്ക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് സമരസമിതി അറിയിച്ചു. തിരുവനന്തപുരം PMG ജംഗ്ഷനിൽ നിന്നും 18-ാം തീയതി രാവിലെ 10 മണിക്ക് പ്രകടനം ആരംഭിക്കും. അത് സെക്രട്ടേറിയറ്റ് നടയിൽ അത് വന്ന് സമാപിച്ചുകൊണ്ട് ഒരു മഹാറാലിയായി അത് മാറും. ഈ മഹാറാലിയിൽ വിവിധ ആശമാരെ കൂടാതെ എല്ലാ സംസ്ഥാന ജില്ലകളിൽ നിന്നുള്ള ആശമാരുണ്ടാവും. അതുകൂടാതെ ഈ സമരത്തെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ, സാമൂഹ്യ, സാമുദായിക, സാംസ്കാരിക രംഗത്തെ പ്രവർത്തകരും പ്രമുഖരും എല്ലാം അതിൽ പങ്കെടുക്കുന്നതായിരിക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരയാത്രയുടെ സമാപനത്തിൽ രാഷ്ട്രീയ, സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുമെന്ന് VK സദാനന്ദൻ അറിയിച്ചു. അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം 127 ദിവസങ്ങൾ പിന്നിട്ടു. സമരക്കാരോട് സർക്കാർ സ്വീകരിക്കുന്ന സമീപനത്തിൽ ഇതുവരെയും യാതൊരു മാറ്റവുമില്ലാതെ തുടരുകയാണ്. ജനം, തിരുവനന്തപുരം.